പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് തൃണമൂൽ കോൺഗ്രസിൽ വലിയ അതൃപ്തി ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് തൃണമൂൽ കോൺഗ്രസിന് ആകെ 80 MLA-മാരുണ്ട്. മമതാ ബാനർജി കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധ യോഗം വിളിച്ചിരുന്നു ഇന്നലെ. അതിൽ 8 MLA-മാർ മാത്രമാണ്. അതിന് മുൻപ് നടന്ന ഒരു മീറ്റിംഗിൽ 20 MLA-മാർ പങ്കെടുത്തിരുന്നെങ്കിൽ ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തത് കേവലം 8 MLA-മാർ മാത്രമാണ് എന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് പുറത്തുവരുന്നത്. ഇത് മാത്രമല്ല, MP-മാരും ഇതുമായി ബന്ധപ്പെട്ട് വിട്ടുനിൽക്കുകയാണ്. പാർട്ടി പിളർപ്പിലേക്ക് എന്ന സൂചനയാണ് അതിശക്തമായി ഇപ്പോൾ വരുന്നത്. രാജ്യസഭയിലും ലോക്സഭയിലുമായുള്ള 42 MP-മാരിൽ 6 MP-മാർ മാത്രമാണ് മമതയ്ക്കൊപ്പമുള്ളത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇതിനെ പ്രതിരോധിക്കാനുള്ള അതിതീവ്രമായ ശ്രമം മമതാ ബാനർജി നടത്തുന്നുണ്ട്. മമത ഈ MLA-മാരും MP-മാരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ അവരൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്ന നിലയിലാണ് എന്നും മനസ്സിലാകുന്നു. മമതാ ബാനർജിയുടെ കാളിഘട്ടിലെ വസതിയിലാണ് യോഗം വിളിച്ചു ചേർത്തത്. TG സജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സജിത്ത്, മമത വലിയ പ്രതിസന്ധിയിലാണ്. നമുക്കറിയാം, സമാനമായി തന്നെ ചില ഓപ്പറേഷൻസ് മഹാരാഷ്ട്രയിൽ BJP നടത്തിയിരുന്നു. അതുപോലെ മാറുകയാണോ? പൂർണ്ണമായും ഒരു വലിയ വിഭാഗം NDA-യുടെ ഭാഗമാകും എന്നുള്ള നിലയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ? അസാധാരണമായ പ്രതിസന്ധിയാണ് പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി നേരിടുന്നത്. തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് മാത്രമല്ല, സ്വന്തം ചേരിയിൽ നിന്നുള്ള വലിയ കൊഴിഞ്ഞുപോക്കാണ്. ഇതുവരെ പകരം വയ്ക്കാനില്ലാത്ത നേതാവായിരുന്നു മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അതൊക്കെ അടക്കി നിർത്താൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ തോറ്റതോടെ നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പലരും പുറത്തു വരുന്നു എന്നതാണ് സാഹചര്യം. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പിന്നാലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ അംഗങ്ങൾ കൂട്ടത്തോടെ രാജിവെച്ചു പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ നിയമസഭാ കക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ പോലും കഴിയില്ല എന്ന സാഹചര്യമാണ്. 80 MLA-മാരാണ് തൃണമൂൽ കോൺഗ്രസിന് ഇത്തവണ ബംഗാളിലുള്ളത്. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും 80 MLA-മാരൊപ്പമുണ്ട്. പക്ഷേ ഇവരിൽ ഭൂരിഭാഗവും നിയമസഭാ കക്ഷി യോഗത്തിൽ മമതയുടെ നേതൃത്വം അംഗീകരിക്കുന്നില്ല എന്നതാണ് സാഹചര്യം. ഇത് അസാധാരണമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. തീരുന്നില്ല, സർക്കാരുമായും തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും BJP സർക്കാരുമായും ഒരു തരത്തിലുള്ള സഹകരണവുമില്ല എന്നതാണ് മമതാ ബാനർജി എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ മമതയെ വെല്ലുവിളിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, തൃണമൂൽ MLA-മാരും ഒപ്പം തന്നെ നിലവിലുള്ള MP-മാരും ഒക്കെ സർക്കാരിൻ്റെ പരിപാടികളുമായി സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതും മമതയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് സാഹചര്യം. ഈ സ്പീക്കറെ കാണാനായി ഇപ്പോൾ വിമത പക്ഷം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള നിർണായകമായ ഒരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട MLA ഹൃദബ്രത ബാനർജിയുടെ നേതൃത്വത്തിലാണ് ഹൃദബ്രതയെ പ്രതിപക്ഷ നേതാവായി പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ 60ഓളം MLA-മാർ ഒരുങ്ങുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നു. സഹിത്ത് അതെ, റിജു ദത്ത, നേരത്തെ പുറത്താക്കിയ മുൻ വക്താവ് കൂടിയ റിജു ദത്ത ആണ് ഈ വിമത നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അദ്ദേഹം പുറത്തു നിന്നുകൊണ്ട് ഈ MLA-മാരെ സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ മഹാരാഷ്ട്ര മോഡൽ, അതാണിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യം. മഹാരാഷ്ട്രയിൽ 2 പാർട്ടികൾ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. ശിവസേനയിലും NCP-യിലും 2 പാർട്ടികളിലെയും അവരുടെ ദേശീയ അധ്യക്ഷനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് MLA-മാർ മറുചേരിയിൽ സംഘടിക്കുകയാണ്. ഫലത്തിൽ സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമപ്രകാരം മറുചേരിയെ ഔദ്യോഗിക പക്ഷമായി അംഗീകരിക്കേണ്ടി വരുമെന്നാണ് അവസ്ഥ. അവിടെ സംഭവിച്ചതാണ്. സമാനമായ നീക്കത്തിലേക്കാണ് പോകുന്നത് എന്നതാണ്. അങ്ങനെ ഉണ്ടായാൽ തൃണമൂൽ കോൺഗ്രസിന്റെ പേരും ചിഹ്നവും അടക്കമുള്ളവ മറുചേരിക്ക് വിമതപക്ഷത്തിന് കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും. അത് മമതയെ സംബന്ധിച്ച് കടുത്ത ക്ഷീണം ഉണ്ടാക്കുന്നു എന്നതാണ് സാഹചര്യം. അതുകൊണ്ടുകൂടിയാണ് അത്തരമൊരു നീക്കമുണ്ടാവുന്നത്. ഹോട്ടലിൽ യോഗം ചേർന്നുകൊണ്ട് 60ഓളം വരുന്ന MLA-മാർ മറുനീക്കത്തിലേക്ക് കടക്കുന്നു. അവർ ഗവർണറെ കണ്ടേക്കുമെന്ന ചില സൂചനകൾ പോലുമുണ്ട്. ആ തരത്തിലേക്ക് ഈ സാഹചര്യം മാറുന്നു എന്നാണ് അവസ്ഥ. ഇതിനിടയിൽ മമതയുടെ നീക്കം കൂടി നമുക്ക് പരാമർശിച്ചു പോവാം. മമതാ ബാനർജി ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പുതിയ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. BJP ആണ് ഈ നീക്കങ്ങൾക്കെല്ലാം പിന്നിലെന്ന് അവർ ആരോപിക്കുന്നതിനൊപ്പം ഇന്ത്യ മുന്നണിയുമായുള്ള കൂടുതൽ സഹകരണ നീക്കത്തിലേക്ക് ഇപ്പോൾ മമത വരികയാണ്. നേരത്തെ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാൻ മമതാ ബാനർജിയോ തൃണമൂൽ കോൺഗ്രസോ അത്ര താല്പര്യം വെച്ചിരുന്നില്ല. കോൺഗ്രസിന്റെ നേതൃത്വം അവർ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ സാഹചര്യം മാറുകയാണ്. ജൂൺ 8-ന് ഈ ആഴ്ച തന്നെ ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയുടെ യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ മമതാ ബാനർജിയും അഭിഷേക് ബാനർജിയും പങ്കെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ സാഹചര്യങ്ങൾ ദേശീയ തലത്തിലും പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് പോവുകയാണ്. പശ്ചിമ ബംഗാളിലെ തോൽവി മമതയുടെ സാഹചര്യങ്ങളെ മാറ്റുന്നു എന്ന് മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ അത് പ്രതിഫലിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ അവസ്ഥ. തീർച്ചയായും ദീദിയെ ചതിക്കുമോ ഹൃദബ്രത ബാനർജി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം ബംഗാളിൽ
ഷിൻഡെയാകുമോ ഋതബ്രത എന്നുള്ളതും കാത്തിരുന്ന് കാണണം. കാരണം മഹാരാഷ്ട്രയിൽ സമാനമായി തന്നെ ഒരു ഓപ്പറേഷൻ താമര BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഏതാണ്ട് 50ഓളം MLA-മാരുമായി ഹോട്ടലിൽ രഹസ്യയോഗം ഋതബ്രത ചേർന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇരട്ടപ്പൂവ് ചിഹ്നമാണ് നമുക്കറിയാം മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെത്. പാർട്ടിയും പിടിച്ചെടുക്കാനുള്ള നീക്കം ഇപ്പോൾ വിമത നടത്തുന്നു എന്നുള്ള വിവരമാണ്. ഈ തെരഞ്ഞെടുപ്പ് തോറ്റതോടെ അമ്പയെ ഒറ്റപ്പെട്ടിരിക്കുന്നു മമത. കുറച്ച് MLA-മാരും വിരലിനാവുന്ന MP-മാരും മാത്രമാണ് മമതയുടെ പക്കലുള്ളത്, മമതയ്ക്കൊപ്പമുള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം BJP ആണോ ഈ അട്ടിമറിക്ക് പിന്നിൽ എന്ന ചോദ്യം കൂടി മഹാരാഷ്ട്രയിൽ ബംഗാളിൽ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. 1988-ലാണ് നമുക്കറിയാവുന്നതുപോലെ 98-ലാണ് നമുക്കറിയാവുന്ന പോലെ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. കോൺഗ്രസുമായി പിണങ്ങി 3 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ അതിൻ്റെ സർവാധിപത്യം മമതയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന ചോദ്യം കൂടി പ്രധാനമായും ഉയരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ രഹസ്യമായി ചില യോഗങ്ങൾ നടക്കുന്നു. തെരഞ്ഞെടുപ്പ് ചിഹ്നവും ഔദ്യോഗിക പേരുമൊക്കെ തർക്ക വിഷയമായി മാറുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. ശക്തമായ ഒരു വിമത ഗ്രൂപ്പ് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയാണ്. അങ്ങനെ വലിയ രാഷ്ട്രീയ അട്ടിമറിയിലേക്ക് ബംഗാൾ മാറുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരാണ് ഈ ഋതബ്രത എന്ന് നോക്കാം. SFI നേതാവായാണ് ഋതബ്രത തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. ഇടതുപക്ഷത്തിൻ്റെ പ്രിയങ്കരനായിരുന്നു. രാജ്യസഭ MP ആകുന്നു. 2017 ഇടതുപക്ഷത്ത് നിന്ന് പുറത്താക്കപ്പെട്ട് 2020-ലാണ് ഋതബ്രത TMCയിൽ ചേർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് പാർട്ടി രാജ്യസഭയിലേക്ക് അയച്ചു. ഇന്റർനാഷണൽ തൃണമൂൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ സംസ്ഥാന യൂണിറ്റ് മേധാവിയായി നിയമിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു രാഷ്ട്രീയക്കാരനായി അങ്ങനെ ഋതബ്രത ബംഗാളിൽ വളർന്നു വരികയായിരുന്നു. നിയമസഭയിൽ ഇത്തവണ പ്രതിപക്ഷ നേതാവിനെ നിയമിച്ചപ്പോൾ ഋതബ്രതയെ നിയമിക്കണം എന്ന് ഭൂരിഭാഗം MLA-മാരും ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ മമത അതിന് തയ്യാറായില്ല. അതോടുകൂടി കലാപം പൊട്ടിപ്പുറപ്പെടുന്ന പശ്ചാത്തലം കൂടി ഉണ്ടാവുകയായിരുന്നു. ആ MLA-മാരുടെ എതിർപ്പാണ് ഇപ്പോൾ ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ബംഗാളിൽ മമതാ ബാനർജി പൂർണ്ണമായും ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സ്പീക്കറെ കാണാൻ വിമത വിഭാഗം ഇന്ന് തന്നെ സ്പീക്കർ കത്ത് നൽകും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. സമാനമായ സംഭവം നടക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.